സത്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഒരു ഹിന്ദു ആയതിലും അതുപോലെ ഇന്ത്യ അത്തരമൊരു ഭരണഘടനാനുസൃതമായ രാജ്യമായതിലും ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. രാഹുൽ ഗാന്ധിയെ ഹിന്ദുവാക്കി അള്ളാഹു തന്നത് നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ മുസ്ലിങ്ങളുടെ ഒരു ഗുണത്തിന് വേണ്ടി കൂടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേൾക്കുമ്പോൾ കുറച്ച് വൈരുദ്ധ്യം തോന്നുന്നുണ്ടാവും, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഈ രാഹുൽ ഗാന്ധി ഹിന്ദു ആയതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? രാഹുൽ ഗാന്ധി ഹിന്ദു ആയതുകൊണ്ടാണ് ഈ മുസ്ലിങ്ങൾക്ക് പൊതുവിൽ അദ്ദേഹത്തെ എല്ലാവർക്കും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു മൂല്യം അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹവും അതുപോലെ തന്നെ അതേ തരത്തിൽ എല്ലാ മനുഷ്യരോടും ഇപ്പോൾ വയനാട് ഇലക്ഷന് നിന്നപ്പോഴൊക്കെ അദ്ദേഹം ആ സ്നേഹവും ആ ആദരവും ഒക്കെ പ്രകടിപ്പിച്ചത്. രാഹുൽ ഗാന്ധി ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും സംഘടനയിൽ ഉൾപ്പെടുമായിരുന്നു, ഇല്ലെങ്കിൽ എല്ലാ സംഘടനകളെക്കുറിച്ചും അദ്ദേഹത്തിന് കുറ്റമോ വിരോധമോ വിയോജിപ്പോ ഒക്കെ പ്രകടിപ്പിക്കേണ്ടി വരുമായിരുന്നു. ഏതെങ്കിലും ഒരു സംഘടനയിൽ അദ്ദേഹം അംഗമായിരുന്നെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം വിസ്ഡം ഗ്രൂപ്പിൽ അംഗമായിരുന്നെങ്കിൽ അദ്ദേഹം ബാക്കി മുജാഹിദുകാരെയും സുന്നിക്കാരെയും തബ്ലീഗുകാരെയും ഒക്കെ ശരിപ്പെടുത്തിയേനെ. അദ്ദേഹം ഒരു AP സുന്നി ആയിരുന്നെങ്കിൽ ബാക്കിയുള്ള വഹാബികളെയും അത്തരം ആളുകളെയും എല്ലാവരെയും റെഡിയാക്കിയേനെ. അദ്ദേഹം ഈ പറഞ്ഞ പോലെ തബ്ലീഗുകാരനായിരുന്നെങ്കിൽ ദുന്യവിയായ ഭരണപരമായ ഒരു വിഷയങ്ങളിലും ഇടപെടാതെ അദ്ദേഹം 2 വർഷത്തേക്കോ 4 വർഷത്തേക്കോ ജമാഅത്തിൽ പോകുമായിരുന്നു. പിന്നെ ജമാഅത്ത് ഇസ്ലാമി ആയിരുന്നെങ്കിൽ അദ്ദേഹം ഈ അറബ് വസന്തം പോലെയുള്ള ചില സംഗതികളൊക്കെ പറഞ്ഞ് ആ റേഞ്ചിൽ അങ്ങനെ സന്ദർശിച്ചു പോകുമായിരുന്നു. അദ്ദേഹം ഒരു ഹിന്ദു ആയത് മുസ്ലിങ്ങൾക്ക് എത്രയോ ഗുണകരമായൊരു കാര്യമാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് എല്ലാ നമസ്കാരാനന്തരവും നിങ്ങൾ വളരെ ശക്തമായി പ്രാർത്ഥിക്കണം. അള്ളാഹുവെ, ഞങ്ങളിപ്പോൾ കാണുന്ന ഈ മുസ്ലിം സംഘടനകളിൽ പെടുന്ന സംഘടനാ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുള്ള ഇസ്ലാമാക്കി അദ്ദേഹത്തെ മാറ്റല്ലേ. അങ്ങനെയാണ് ആകാൻ നീ നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ അതിനേക്കാൾ നല്ലത് അദ്ദേഹം ഹിന്ദുവായി തുടരുന്നതാണ് എന്ന് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ഇന്ത്യയെപ്പോലൊരു രാജ്യം ഇങ്ങനെ ആയതും. അപ്പോൾ നിങ്ങൾ ചോദിക്കും സൗദി അറേബ്യയും ദുബായും ഒക്കെയോ? അങ്ങനെ ആവുകയാണെങ്കിലും കുഴപ്പമില്ല. എന്താണെന്നറിയോ? അവിടെ ഈ മൂലാക്കന്മാർക്കും സംഘടനക്കാർക്കും ഒന്നും ഒരു അപ്രമാദിത്വവും അവർ നൽകിയിട്ടില്ല. ശരിയായാലും തെറ്റായാലും രാജ്യത്തിൻ്റെ താല്പര്യം എന്ന് പറയുന്ന ചില നിലപാടുകൾ അവർ സ്വീകരിക്കും. ആ നിലപാടനുസരിച്ച് അവിടെ ജീവിച്ചോണം, അവിടെ വർത്തമാനം പറഞ്ഞോണം, അവിടെ പോയി പിരിക്കുന്നെങ്കിൽ അങ്ങനെ പിരിച്ചോണം. വേറെ ഒരു അഭ്യാസം അവിടെ നിന്ന് കാണിക്കാൻ പറ്റത്തില്ല. കാണിച്ചാൽ അങ്ങോട്ട് കയറ്റത്തുമില്ല, ചിലപ്പോൾ കയറിക്കഴിഞ്ഞാൽ കാണിക്കുന്നെങ്കിൽ ഇങ്ങോട്ട് വിടത്തുമില്ല. അതുകൊണ്ട് ഈ നമ്മുടെ സംഘടനാ മുസ്ലിങ്ങൾ ഭരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അധികാരം കിട്ടുന്ന ഒരു കാലത്തേക്കാൾ നല്ലത് നമുക്കെപ്പോഴും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും അതുപോലെ പിണറായി വിജയൻ സഖാവും അതുപോലെ KC വേണുഗോപാലും അതുപോലെ പിന്നെ എന്താ പറയുന്നത് രമേശ് ചെന്നിത്തലയോ ഒക്കെ അടങ്ങുന്ന VD സതീശനോ ഒക്കെ അടങ്ങുന്ന ഒരു നിര നമ്മുടെ ഭരണാധികാരികളാവുന്നതാണ്. അവർക്ക് പൊതുവിലേ ഉള്ളൂ, ഈ ശരിപ്പെടുത്തി കളയുന്ന സംഗതിയില്ല. ഏതായാലും അതൊരു വ്യത്യസ്ത ചിന്തയാണെങ്കിൽ ഇന്നലെ മുതൽ ഞാൻ ആലോചിച്ച് പോയത് അതാണ്. കാരണം ഞാൻ പല കാര്യത്തിലും പറയുമ്പോൾ സുന്നിയെ എന്തെങ്കിലും പറയുമ്പോൾ മുജാഹിദുകാർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ സുന്നിക്കാർ കുറേ ചീത്ത വിളിക്കും എന്നെ. ഞാൻ വിസ്ഡംകാരെ എന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് ഭയങ്കര വിരോധമാണ് എൻ്റെ അടുത്ത്. ബാക്കി എല്ലാവരും പറയും കറക്റ്റ് പോയിൻ്റാണ് പറഞ്ഞത്. ഞാനല്ലാത്ത KNM എന്തെങ്കിലും പറയുമ്പോൾ അവരും ഇങ്ങനെ പറയും, മറ്റവരെ പറയുമ്പോൾ ഇവരും ഇങ്ങനെ പറയും. അപ്പോൾ അതെല്ലാം പറയുന്ന കേൾക്കാനൊരു സുഖമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ മനസ്സുള്ള ആ വിഷയത്തിൽ അദ്ദേഹത്തെ പോലെ ആവാനൊന്നും എനിക്ക് പറ്റില്ല. അദ്ദേഹമൊക്കെ ഒരു ടവറിങ് പേഴ്സണാലിറ്റിയാണ്. പക്ഷേ ഈ മുസ്ലിം മതത്തോടുള്ള സമീപനത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കഴിയുന്നത് പോലൊക്കെ ഇസ്ലാം അനുസരിച്ച് ജീവിച്ച് മരിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു കസ്റ്റമൈസ്ഡ് വേർഷൻ.